നമസ്കാരം. ശവത്തിൽ കുത്തരുത് എന്നാണ് പ്രമാണം. പക്ഷെ ശവം തന്നെ എഴുന്നേറ്റ് വന്ന് എന്നെ കുത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ കമന്ററി ആരംഭിക്കുന്നു. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചാപ്റ്റർ എന്നേക്കുമായിട്ട് അടച്ചുവെച്ചതാണ്. ഒരു വലിയ സങ്കടക്കടലായിരുന്നു കഴിഞ്ഞ 5 വർഷം. അതിനി ഓർമ്മിക്കണ്ട എന്ന് പറഞ്ഞ് എന്നേക്കുമായിട്ട് അതൊന്ന് അടച്ചു വച്ചിരിക്കുമ്പോൾ വരുന്നു. തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും എന്റെ തലയിൽ കെട്ടിവെക്കരുത്. വികാരാധീനനായി പി രാജീവ്. വാസ്തവത്തിൽ നമ്മളിതെല്ലാം മറക്കാൻ ശ്രമിച്ചാണ്, പൊറുക്കാനും ശ്രമിച്ചു. ഞങ്ങൾ അദ്ദേഹത്തോട് പൊറുക്കാൻ ശ്രമിച്ചു, പൊറുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തികട്ടി കൊണ്ടുവരികയാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും കൃത്യമായ ചില മറുപടികൾ നൽകിയേ പറ്റൂ. ഇത് വേറെ ആരെങ്കിലും അദ്ദേഹത്തോട് വൈരാഗ്യമുള്ളവരോ അല്ലെങ്കിൽ സ്നേഹമുള്ളവരോ ചെയ്തതല്ല. ഒരു ചാനലാണ്, ഒരു മാധ്യമമാണ്. ബിഗ് TV 17/5 അവർ പോസ്റ്ററാക്കി വിട്ടിരിക്കുന്നതാണ്. അപ്പോ വികാരാധീനനായി പറയുന്ന എന്താണ്? തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും എന്റെ തലയിൽ കെട്ടിവെക്കരുത്. കൂടെ ഒരാളുണ്ടല്ലോ, നിങ്ങളോടൊപ്പം കൂടെ ഒരാളുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ നയിച്ച നിങ്ങളുടെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് LDF-നെ തകർത്തത്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് LDF-നെ പെടുത്തുമെന്ന് ഞങ്ങൾ വളരെ പണ്ട് തന്നെ വലിയ വായിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ നിങ്ങളെപ്പോലെ ആ കസേരയിലിരുന്ന നിരവധി ആളുകളുണ്ട്. ഞങ്ങളുടെ ഓർമ്മയിൽ TV തോമസ് എന്നൊക്കെ പറയുന്ന വലിയ മനുഷ്യരിരുന്ന കസേരയാണ്. അവരെക്കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് പിന്നിൽ വന്ന ആളുകളെ കുറിച്ചോ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ അവരാരെക്കുറിച്ചും ഞങ്ങൾക്ക് ഇന്നുവരെ പറയേണ്ടി വന്നിട്ടില്ല, ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. നിരവധി പേർ കേരളത്തിൽ മന്ത്രിമാരായിട്ടുണ്ടല്ലോ. നിരവധി ജില്ലകളിൽ നിന്ന് ഞങ്ങൾ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് മാത്രം പരാതി പറഞ്ഞത്? അപ്പൊ നിങ്ങളത് സ്വയം ആത്മവിമർശനം നടത്തണം. ഇനി അത് പൊതുവേദിയിൽ കൊണ്ടുവരണ്ട. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സൗകര്യം പോലെ സമയമുണ്ടല്ലോ. തോറ്റ 16,000 ശിഷ്ടം വോട്ടുമെണ്ണി നിങ്ങൾ തന്നെ ചെയ്ത പാതകങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി കഴിയുമ്പോൾ തെറ്റുതിരുത്തി പൊതുജീവിതത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും. ഇവിടെ ചില കാര്യങ്ങൾ അദ്ദേഹം ഈ പറഞ്ഞതുകൊണ്ട് 2021 മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോഴാണ് അദ്ദേഹം വ്യവസായ മന്ത്രിയാകുന്നത്. 21 സമയം എന്നൊക്കെ പറയുന്നത് പ്രോജക്റ്റ് വിഴിഞ്ഞം തുറമുഖം അതിന്റെ വലിയ വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയമാണ്. 2022 സമരം വരുന്നത്. നിങ്ങൾക്ക് അതിനു മുമ്പ് തന്നെ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ഇവിടെ വരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു നിലമൊരുക്കൽ നിങ്ങൾക്ക് നടത്താമായിരുന്നു. നിങ്ങൾ മനഃപൂർവ്വം അതിനെ അവഗണിച്ച് കണ്ടില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തരത്തിൽ നിങ്ങൾ പെരുമാറുകയായിരുന്നു. 2021-26 കാലയളവിൽ 5 വർഷക്കാലം കേരളത്തെ നയിക്കാൻ പോകുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് വ്യവസായ മേഖലയിൽ എന്താണ് പറയുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോ, അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തലസ്ഥാനം, കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ല, തൃശൂർ ജില്ല, ഈ നിരയായി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് പ്രോത്സാഹിപ്പിക്കാമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇവിടെ തലസ്ഥാനത്ത് വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ജില്ലകളിലോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അന്നും ഇന്നുമുള്ള ഞങ്ങളുടെ നിലപാട്. അല്ലാതെ ഇതെല്ലാം കൂടി തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഇട്ടാവട്ട സ്ഥലത്ത് ഉണ്ടാക്കി വയ്ക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലുള്ളവർ പോലും മുന്നിട്ടിറങ്ങിയാണ് ഈ പ്രൊജക്ട് കൊണ്ടുവന്നത്. അല്ലാതെ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല.
കാസർഗോഡിന് പലതവണ പറഞ്ഞാണ്, കാസർഗോഡും വയനാടും കോഴിക്കോടും തൃശ്ശൂരും എറണാകുളവും എല്ലാ ജില്ലകളിലുള്ളവര് നിരന്തരം 30 വർഷം പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പ്രോജക്റ്റ് വന്നത്. എന്തിനു വേണ്ടിയാണ്? അവർക്കെല്ലാം മനസ്സിലായി ഈ പ്രൊജക്ട് വന്നാൽ കേരളം മുഴുവനാണ് രക്ഷപ്പെടാൻ പോകുന്നത്, അല്ല തിരുവനന്തപുരം ജില്ല മാത്രമല്ല. ആ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം പ്രവർത്തിച്ചത്. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് അധികാരത്തിന്റെ മുഷ്ക്. നിങ്ങൾ 5 കൊല്ലവും നിങ്ങളുടെ മണ്ഡലത്തിന് വേണ്ടി മാത്രം, നിങ്ങളുടെ ജില്ലയ്ക്ക് വേണ്ടി പോലുമല്ല, ജയിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മണ്ഡലത്തെ വളർത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ പദ്ധതികൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും പുതിയ പദ്ധതികൾ കണ്ടുപിടിച്ച് അവിടെ അവതരിപ്പിക്കുകയും ചെയ്തത്. അതിന്റെ ഫലമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. നിങ്ങളുടെ കയ്യിലായിരുന്നു കേരളത്തിൽ അല്ലെങ്കിൽ തലസ്ഥാനത്ത് തുടങ്ങുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരേണ്ട ഏജൻസികളെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. കിൻഫ്ര ആയാലും KSIDC ആയാലും, പിന്നെ അത് കഴിഞ്ഞ് പുതിയ പുതിയ പല പേരുകളിൽ വന്നിട്ടുണ്ട്. നിക്ഷേപം നടത്തുന്നതിനും സ്ഥലം കണ്ടെത്തുന്നതിനും ഒക്കെ പല ഏജൻസികളുണ്ട്. ഇവയെല്ലാം നിങ്ങളുടെ കക്ഷത്തിരുന്നിട്ടാണ് 1 സെന്റ് ഭൂമി നിങ്ങൾക്ക് ചങ്കിൽ കൈവച്ച് പറയാമോ? 1 സെന്റ് ഭൂമി നിങ്ങൾക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വരേണ്ട പദ്ധതികൾ വരെ നിങ്ങളുടെ മണ്ഡലത്തിലോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ വൃത്തികെട്ട കളികൾ കഴിഞ്ഞ 5 വർഷവും നിങ്ങൾ കളിച്ചു. അതേസമയം ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയത് നിങ്ങളുടെ ജില്ലയിലാണ്, നിങ്ങളുടെ പ്രദേശത്താണ്. അത് കേരളം എന്നുള്ള നിലയ്ക്കാണ്, അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്നുള്ള നിലയ്ക്കാണ് അവർ നടത്തിയത്. തുറമുഖം കൊണ്ടുവരാൻ, വെല്ലിംഗ്ടൺ ഐലൻഡ് വികസിപ്പിക്കുവാനും കൊച്ചി തുറമുഖം കൊണ്ടുവരാനും ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് തിരുവിതാംകൂറിലെ രാജവംശമാണ്, രാജകുടുംബമാണ്. അവരാണ് FACT കൊണ്ടുവന്നത്. അവരാണ് പെരുമ്പാവൂരിലെ ട്രാവൻകൂർ റയോൺസ് കൊണ്ടുവന്നത്. അവരാണ് ഏലൂരിലെ അലൂമിനിയം ഇൻഡസ്ട്രി കൊണ്ടുവന്നത്. വേണമെങ്കിൽ അതെല്ലാം തിരുവനന്തപുരത്ത് കൊണ്ടുവരാമായിരുന്നല്ലോ. എന്തുകൊണ്ട് കൊണ്ടുവന്നു? അവിടെ ഒരു തുറമുഖമുണ്ട്. ആ തുറമുഖം ഉപയോഗപ്പെടുത്തി കേരളം വളരണമെങ്കിൽ അവിടെയാണ് നിക്ഷേപം വരേണ്ടതെന്ന് അന്നുള്ളവർക്ക് തോന്നിയെങ്കിൽ ഇന്നത്തെ തുറമുഖം ഉപയോഗപ്പെടുത്തി നിക്ഷേപങ്ങൾ കൊണ്ടുവരേണ്ടത് എവിടെയാണെന്ന് മാത്രം ശ്രീ P. രാജീവിന് ബോധ്യമായില്ല. മിസ്റ്റർ രാജീവ്, നിങ്ങൾ കൊല്ലത്തെ ആവണി, മീനാക്ഷി, നിവേദ്യ, ശ്രാവൺ, അഗ്രത, വിനീത്, അഗ്രത് തുടങ്ങിയ കുട്ടികളെ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് 19 വയസ്സായി കാണും, പക്ഷെ അതിലൊരു കാര്യവുമില്ലെന്ന് കഴിഞ്ഞ 5 വർഷവും നിങ്ങൾ തെളിയിച്ചു. നിങ്ങൾ കൊല്ലത്തെ ഈ കുട്ടികളെ, അവിടുത്തെ നിത്യപ്രഭാനഗർ എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷനിലെ കുട്ടികളെ കണ്ടുപിടിക്കണം. അവര് ഒരു കപ്പൽ കാണാൻ വേണ്ടി ആ അസോസിയേഷനിൽപ്പെട്ട സൂര്യ എന്ന് പറയുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി, അച്ഛന്റെ പേര് ഗണേഷ്, അമ്മയുടെ പേര് ധനുഷ് എന്നാണെന്ന് തോന്നുന്നു, അവർ 500 രൂപ കൊടുത്ത് സൂര്യയുടെ ആഗ്രഹത്തിന് വേണ്ടി ശ്രീ മോഹൻകുമാർ ഒരു കപ്പലിന്റെ മാതൃക അയച്ചു കൊടുത്തു. MSCയുടെ സെലസ്റ്റിനോ മറസ്ക എന്ന് പറയുന്ന കപ്പൽ, അതിന്റെ 3D മോഡലൊക്കെ അയച്ചു കൊടുത്തു, ഡിജിറ്റൽ മോഡൽ. അത് കണ്ടിട്ട് സൂര്യ ഒരു കപ്പലുണ്ടാക്കി. MSC പേരിട്ടിട്ടില്ല, MSCയുടെ പേരിൽ ഒരു കപ്പൽ സൃഷ്ടിച്ചു. അതിന്റെ 31.25 ഇഞ്ച് നീളം, 9.25 ഇഞ്ച് വീതി, 3.25 ആഴം. ഈ അളവുകോലുകൾ വെച്ചുകൊണ്ട് ഒരു ഒന്നാന്തരം മോഡൽ കൈകൊണ്ട് സൂര്യ നിർമ്മിച്ചു. എന്തെങ്കിലും പ്രയോജനം, എന്തെങ്കിലും പ്രതിഫലം ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടല്ല. ആ കുടുംബം, ശരാശരി കുടുംബം 500 രൂപ മുടക്കി ഇങ്ങനൊരു മോഡൽ ഉണ്ടാക്കാൻ മകന് പ്രോത്സാഹനം നൽകിയത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ലക്ഷക്കണക്കിന് രൂപയോ ജോലിയോ കിട്ടുമെന്ന് കരുതിയല്ല. അവർക്ക് ഈ നാടിനോടും ഈ പ്രോജക്റ്റിനോടും ഈ പ്രോജക്റ്റ് നാളെ ഈ സമൂഹത്തിന് നൽകാൻ പോകുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായതുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തനമാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം അവർ കൊല്ലം മേയറിനെ, അവരുടെ അസോസിയേഷന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കൊല്ലം മേയറിനെ അവരത് കാണിച്ചു. അതോടൊപ്പം മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഇന്ധനം
പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മേയറിനും എഴുതുന്ന കത്തുകൾ അയച്ച കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമ്മാനവും നൽകി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു ഫാമിലിയുണ്ട്. ഞാൻ പേര് ഓർക്കുന്നില്ല, ഞാൻ വേണമെങ്കിൽ എഴുതി കാണിക്കാം. അവര് ഹിന്ദിയിലാണ് കത്തെഴുതിയത്, പ്രധാനമന്ത്രിക്ക് ഹിന്ദിയിൽ കത്തെഴുതി. അങ്ങനെ ഒരുപക്ഷെ കേരളത്തിന്റെ വികസന യാത്രയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ, കൊല്ലത്തെ നിത്യപ്രഭാ നഗർ എന്ന് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം പറയുന്നതിന് എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ വേറെ എവിടെയും കാണാറില്ല. അവിടെയുള്ള കുട്ടികൾ തന്നെയാണ് അഞ്ജനയും അരവിന്ദും മോഹൻകുമാറും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോളനിയിലുള്ള ആളുകളും ഒക്കെ ചേർന്ന് നിരവധി പരിപാടികൾക്ക് അവരുടെ പോക്കറ്റിലെ പണം മുടക്കി സെക്രട്ടേറിയറ്റിലും വിഴിഞ്ഞത്തും കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് പലതവണ വന്നു പോയിട്ടുണ്ട്. അവരുടെ അതേ പ്രവർത്തനം ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് അവർ മെത്തനോൾ എന്ന് പറയുന്ന ഒരു വലിയ സമ്പത്തിനെ കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, യാതൊന്നും പ്രതീക്ഷിക്കാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടികളെ ശ്രീ പി രാജീവ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ പഠിച്ച രാഷ്ട്രീയമല്ല കേരളത്തിന് ആവശ്യമുള്ള രാഷ്ട്രീയമെന്ന് ആ കുട്ടികൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഓതിത്തരും.